എന്റെ ഭാര്യ മരിച്ചതിന് ശേഷവും യാതൊരു ചിന്തയുമില്ലാതെ ഞാനങ്ങനെ കഴിയുകയായിരുന്നു. ഇപ്പോ എനിക്ക് ഒരാഗ്രഹം. നിന്റെ അച്ഛനാകാനുള്ള പ്രായമേ ഉണ്ട് എനിക്ക്. എങ്കിലും ആശ തുറന്നു പറയുകയാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി. മുതലാളിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. എന്റെ ആശ ഞാൻ തുറന്നു പറഞ്ഞില്ല. പറയാം. എന്റെ സ്വത്തുക്കൾക്ക് ഒരവകാശി വേണമെന്ന വിചാരമാണ് പ്രധാനം. എനിക്ക് ഒരു വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നില്ല. വിവാഹമോ? എവിടുന്ന്? വയസ്സുകാലത്ത് മറ്റെങ്ങും അന്വേഷിച്ച് നടക്കാൻ വയ്യ. അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത്. നീ എന്താണ് ഉണ്ടാക്കുന്നത്? മുതലാളിക്ക് അങ്ങനെ തോന്നിയത് എന്റെ ഭാഗ്യം കൊണ്ടാണ്. എന്നാ നീ സൗകര്യമായിട്ട് വീട്ടിലേക്ക് പോ. എല്ലാം വിശദമായിട്ട് അവിടെ വെച്ച് പറയാം. നേരത്തെ നല്ലപോലെ ആലോചിച്ചിട്ട് പൂർണ്ണ സമ്മതമാണെങ്കിൽ വന്നാൽ മതി. നിനക്ക് പറഞ്ഞിട്ട് എന്തോ വേണം? നാടി പിടിച്ചു. അല്ലേ പോവുകയാണോ? എനിക്ക് എന്റെ വീട് വരും. അങ്ങനെ തോന്നുമ്പോഴൊക്കെ വരാനും പോകാനും ഒന്നും ഇവിടെ പറ്റില്ല. താൻ തന്റെ ജോലി വല്ലതും പോയി നോക്കണം. എന്നെ ഭരിക്കാനൊന്നും വരണം. എന്താ വേണേ കുണിക്കണേ? അമ്മയുടെ ഒരുക്കങ്ങളൊക്കെ കണ്ട് ചിരിച്ചു പോയതാ. എന്താടി എനിക്ക് ഒരുങ്ങിയ? ഞാൻ അങ്ങനെ വയസ്സൊന്നും ആയി പോയിട്ടില്ല. ഇല്ല, നര പിഴുന്നത് ഞാൻ കണ്ടല്ലോ. അമ്മ എവിടെ ഇരിക്കെ? നരയെല്ലാം ഞാൻ പിഴുതുതരാം. ഒരു നരയ്ക്ക് 10 പൈസ വെച്ച് തന്നാ മതി. എനിക്കൊരു വലിയ തുക കിട്ടുമല്ലോ. ഒന്ന് പോടി വിശേഷം പറയാതെ. ഇപ്പോഴും ഞാൻ ഒരുങ്ങി ഇറങ്ങിയാൽ നിന്നെക്കാളും കണ്ടാ കൊള്ളാമായിരിക്കും. എന്താ പതിവില്ലാത്തൊരു വേഷം കെട്ടൽ? അമ്മയെ പെണ്ണ് കാണാൻ ചെറുക്കന്മാര് വല്ലവരും വരുന്നുണ്ടോ? പോടി ഒരു വിശേഷക്കാരി. മോൾ ഇന്ന് കായലിൽ പോണ്ട. അമ്മ പവരം. മുതലാളിയെ കാണാൻ കടത്തോടെ പാർവതി നിൽക്കുന്നു. ഇങ്ങോട്ട് വരാൻ പറ. ഇങ്ങോട്ടോ? കിടക്ക ഇങ്ങോട്ടോ? പിന്നെ കുളിമുറിയില്ലല്ലോ. നീ അവിടെ നിന്ന് ഒരു കസേര എടുത്ത് ഞാനിട. ഇവിടെ അവിടെ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ചായ കൊണ്ടാ. പറഞ്ഞു വിടാൻ പറഞ്ഞു. എന്താ കാലി കയറി ചവിട്ടിയല്ല. മീൻകാരികൾ വരും ബംഗ്ലാവ് കണ്ടിട്ടുണ്ടോ? കേറി വാ.
ഇങ്ങോട്ട് കേറി വരൂ. വേണ്ട, ഞാൻ അവിടെ നിന്നോളാം. ഇങ്ങോട്ട് വരുന്നതിനെന്താ, കേറി വാ, പറയട്ടെ. ഇവിടെ ഇരി. ഞാൻ ഇവിടെ നിന്നോളാം. ഇങ്ങോട്ട് ഇരിക്കേ. ഇരിക്ക. അപ്പോ ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ചോ? ഇതെന്താ ആലോചിക്കാനിരിക്കുന്നു? പരിപൂർണ സമ്മതമാണ് അല്ലേ? അതെ. രണ്ടുപേരുള്ളപ്പോ ഒരു ചായ ആണോടാ കൊണ്ടുവരുന്നേ? ഇവിടെ കണ്ടവർക്ക് ചായ കൊടുക്കാറില്ലല്ലോ. നിന്റെ വിശദീകരണമൊന്നും ഇവിടെ ആവശ്യമില്ല, അതങ്ങോട്ട് കൊടുക്ക. എനിക്കിപ്പം ചായ വേണ്ട. വാങ്ങിച്ചു കുടിക്കേ. എന്താടാ വായുമ്പളം നിൽക്കണേ? പോയി ഒരു ചായ കൊണ്ടാ. എനിക്ക് അങ്ങനെ തോന്നാൻ കാരണം വയസ്സുകാലത്ത് എന്നെ ശുശ്രൂഷിക്കാൻ ഒരാള് വേണം. എന്റെ സ്വത്തുക്കൾ സർക്കാരിലേക്ക് പോകാനിടയാകരുത്. എനിക്കിഷ്ടപ്പെട്ടവർ അതനുഭവിക്കണം. എന്റെ മോടെ നല്ല കാലം. വയസ്സായ എന്റെ ഭാര്യയാകാൻ തങ്കമ്മ പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. എന്താ നിനക്കൊരു ഭാവമാറ്റം? ഞാൻ വിചാരിച്ചു. എന്തോ വിചാരിച്ചു? ആലോചന എനിക്കായിരിക്കുമെന്ന്. എന്നെ അപേക്ഷിച്ച് നിനക്കും പ്രായക്കുറവാണ്. അപ്പൊ പിന്നെ ഒരു തെറ്റ് ചെയ്യുമ്പോ എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടതാകട്ടെ എന്നാണ് എന്റെ വിചാരം. രണ്ടായാലും ഫലം തുല്യമാണ്. എന്റെ സർവ്വസ്വത്തുക്കളും നിങ്ങൾക്ക് ലഭിക്കും. എന്നാ പിന്നെ എന്നെ തന്നെ അങ്ങ്. അതെന്തായാലും വേണ്ട. മുതലാളിയുടെ ഇഷ്ടം എന്ന് വെച്ചാൽ? നിർബന്ധമാണ്. തങ്കമ്മയുടെ കല്യാണം തന്നെ നടത്താം. ഞാൻ അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. കല്യാണത്തിന് മുമ്പേ എന്റെ സർവ്വ സ്വത്തുക്കളും ഞാൻ അവളുടെ പേരിൽ എഴുതി കൊടുക്കും. അവളോടും കൂടെ ഒന്ന് ചോദിച്ചിട്ട് എന്നെ വിവരം അറിയിക്കും. കടത്തുകടവി പാർവതിയുടെ മുണ്ടിലൊക്കെ ചായവെള്ളം വീണതായിരിക്കും. തന്റെ കഴുകി തരാൻ പറ. തന്തേരെടുത്തോ? എന്തോ നടി ഇതിനു വേണ്ടി ചിരിക്കാൻ? തങ്കമ്മേ, ഇത് ചിരിക്കാനുള്ള കാര്യമല്ല. ഇതിലും വലിയൊരു നേരം പോക്ക് ഞാൻ കേട്ടിട്ടില്ലമ്മേ. അപ്പോഴേ എന്നെ കല്യാണം കഴിക്കാത്തത് കൊണ്ട് ആ കിഴവന് ഉറക്കം വരുന്നില്ല അല്ലേ? കളിയല്ലേ പെണ്ണെ? 1 ലക്ഷപ്രഭുന്റെ മുഴുവൻ സ്വത്തുക്കളും കിട്ടുന്ന കാര്യമാണ്. അമ്മ ദാമോദര മുതലാളിയോട് ഒന്നും പറയൂ. ഇത്ര ചെറുപ്പത്തിലെ കല്യാണം കഴിക്കണ്ടെന്ന്. ഒരു 10 വയസ്സുകൂടി ആയാലേ മുതലാളിക്ക് വിവാഹപ്രായമാകൂ. അല്ലെങ്കിൽ എന്നേക്കാൾ 4-5 വയസ്സുകൂടി പ്രായം കുറഞ്ഞ ഒരു പെണ്ണിനെ നോക്കാൻ പറയൂ. ദൈവമേ, ഇവക്ക് ബുദ്ധി ഇല്ലാതായി പോയല്ലോ. അമ്മ അമ്മയുടെ ജോലി വല്ലതും നോക്ക്. അച്ഛോ, ഇന്ന് വള്ളം ഞങ്ങളിവിടെ അടുപ്പിക്കുന്നില്ല. നീ എന്താ പറഞ്ഞത്? ഞങ്ങള് കൊച്ചിക്ക് പോവാം അബ്രാഹം ചേട്ടാ. അരിക്കപ്പലൊന്ന് അടുത്തിട്ടുണ്ട്, ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാറ്റും അനുകൂലമാ. ആ നേരം വിളിക്കുമ്പോ കൊച്ചി എത്താം. നീ ഇപ്പൊ കൊച്ചിയിലും കോളമുഖത്തൊക്കെ പോകണ്ട, ഇങ്ങോട്ട് ഇറങ്ങ്. അയ്യോ പറ്റത്തില്ല, അരിയുടെ കോള വല്ലതും തടയുന്നതാ. ഇന്ന് നീ പോ. കൊച്ചി ചെന്നാ ഉടനെ ഒരാഴ്ചത്തേക്ക് വള്ളം ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഉടനെ ഇങ്ങ് വരണം. ഇത്ര അർജന്റ് കാര്യം എന്തുവാ? നിന്റെ കല്യാണം ഉടനെ നടത്തണമടാ. ഞാൻ എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു. എന്റെ കല്യാണം ഞാൻ അറിയാതെ അച്ഛനങ്ങ് നിശ്ചയിച്ചാ മതിയാ? നീ ആളുടെ ആദ്യം അറിഞ്ഞത് നിശ്ചയിച്ചതും. പെണ്ണിന്റെ തള്ള പറഞ്ഞാൽ ഞാൻ അറിയുന്നു, മനസ്സിലായ? തങ്കമ്മയാണ് പെണ്ണ്. എടാ ജീവരാമോ, അച്ഛന് ദക്ഷിണ കൊടുക്കണ.
അച്ഛോ ഞാൻ പോയിട്ട് വരട്ടെ. നീ വേഗം വരണം, ഞാൻ മുഹൂർത്തം നോക്കിട്ട് വയ്ക്കാം. ഇരടച്ചിട്ട് കുത്തണോ വെള്ളം? ആടാ പോയടാ. അയ്യോ അയ്യോ എന്റെ ഭഗവാനെ, ഈ പെണ്ണ് ഇപ്പം തന്നെ നിന്നെ പിടിച്ചോണ്ട് പോവന്നാ എന്റെ പേടി. കൊച്ചി വരെ ഞാൻ ഒറ്റയ്ക്ക് ഊന്നണ്ട് വരുമോ? അപ്പഴേ അനിയത്തൂടെ കേറാൻ വയ്യെങ്കിൽ ഇനി വാ, ഞാൻ പിടിച്ചു കയറ്റാം. വാ. താൻ വല്ല തൈക്കഴിവിടെയും പിടിച്ച് കയറ്റിക്കോ. കിളവന്മാരെന്നെ പിടിച്ചു കയറ്റാൻ വന്നാ ഞാൻ പിടിച്ച് വെള്ളത്തിലിടും. ആ എന്നെ അത്രയ്ക്കങ്ങ് കിളവനാക്കാതെ പിള്ളേരെ. എന്നാ പിടിച്ചോ. ഹായ്. ആ ഒരു രസം കേൾക്കണോ? രസം പിന്നെ കേക്കാം. നീ ഇപ്പൊ എവിടെ വെള്ളത്തിന് പോകുന്നത്? കുരിശുമുട്ടി പൈപ്പിന്റെ അടുത്ത്. എന്നാ അതുവരെ എഴുതി പോകാം. ഓ. ഇനി നിന്റെ രസം കേക്കട്ടെ. എനിക്ക് ഒരു കല്യാണാലോചന. ആ അച്ഛനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ സംഭവം നിന്റെ അമ്മ വന്ന് എന്റെ അച്ഛനോട് പറഞ്ഞു എന്നാ തോന്നുന്നത്. ഉത്സവ സ്ഥലത്ത് എന്നെ കാണാതിരുന്നപ്പോ അമ്മ സംശയിച്ചതാ. ഏതായാലും നന്നായി, അച്ഛൻ സമ്മതിച്ചു. സമ്മതിച്ചോ? ഉടനെ നടത്തണമെന്ന് ആ മൂപ്പി നിന്റെ വാശി. നിനക്ക് സന്തോഷമായല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിലും കൂടിയ ആലോചന. ദാമോദര മുതലാളി. ആ കിളവൻ നിന്റെ അടുത്ത് പെരുമാറുന്നത് കണ്ടപ്പോഴെനിക്ക് തോന്നി അവൻ വഷളാണെന്ന്. അയ്യോ, അയാൾ എന്നോട് സ്നേഹം കാണിക്കുമ്പോ എനിക്ക് ദേഷ്യം വരില്ല. പാവം. നിങ്ങളൊന്ന് ഉറക്ക പറയും, ഞാനിവിടെ ഒന്ന് രസിച്ചോട്ടെ. തായ്പ രസിക്കേണ്ട, വെള്ളം തരടോ. അവളങ്ങനെ സമ്മതിക്കണം മട്ടില്ല മേശ്ശേരി. എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. ദാമു മുതലാളിക്ക് എന്തുമാത്രം സ്വത്തുണ്ടെന്നാ വിചാരിച്ചിരിക്കുന്നേ? കുമരകങ്കക്കായുടെ ഏജൻസി, കയർ ഫാക്ടറി, 10-40 റാട്ട്, 20 ഏക്കർ തെങ്ങും പുരയിടവും കുറെ നെലവും. ആ എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടാണ്. എന്നെ ആലോചിച്ചിരുന്നെങ്കിൽ ഞാനങ്ങ് സമ്മതിക്കുമായിരുന്നു. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കും നിങ്ങളെ. ചെറുപ്പക്കാരത്തി പെമ്പിള്ളേർ വേറെ എത്ര കിടക്കുന്നു? 4-5 കൊല്ലത്തിനകം മൂപ്പിലാനങ്ങ് ചാകും. അപ്പൊ ഇത്രയും സ്വത്തുള്ള ഒരു പെണ്ണിനെ വലിയൊരു കല്യാണമാകരുതോ? മോളെ മോളെ മേസ്ത്രിയെ മുതലാളി പറഞ്ഞയച്ചിരിക്കുക നിന്റെ സമ്മതം അറിയാൻ. വലിയ സൂക്കനാണല്ലോ മുതലാളിക്ക്. എവിടെയെങ്കിലും വരെ കിളവികളെ അന്വേഷിക്കാൻ പറ. ജോലിയില്ല. മോളെ എന്തുമാത്രം സ്വത്തുണ്ടെന്നറിയാവോ? എല്ലാം നിനക്ക. നീ ഒന്ന് സമ്മതം മൂളിയാ മതി. ഒക്കില്ല, ഒക്കില്ല, ഒക്കില്ല. ഞാൻ മയത്തി പറഞ്ഞ് ശരിയാക്കിക്കോളാം. അവൾ ഒക്കില്ലാന്ന് പറഞ്ഞ കാര്യം മുതലാളിയോട് പറയണ്ട. നീ ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയതാ. ഇന്നും ജോലിക്കൊന്നും പോയില്ലേ? കുറച്ചു ദിവസമായി ഞാൻ ജോലിക്കൊന്നും പോകാറില്ല. മോളെ, അന്ന് എന്റെ ഒരു ആഗ്രഹത്തെ പറ്റി നിന്റെ അമ്മയും മറ്റും നിന്നോട് പറഞ്ഞതും നീ അതിനെ പരിഹസിച്ച് തള്ളിക്കളഞ്ഞതും ഞാൻ അറിഞ്ഞു. എനിക്കതിൽ പരിഭവമില്ല. നിന്നെ കുറെ നാളായി പുറത്തെങ്ങും കാണാത്തത് കൊണ്ട് പറയാൻ ഇടം കിട്ടിയില്ല. നിനക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുതെന്ന് മാത്രം. എനിക്ക് ദേഷ്യമില്ല. എന്റെ പ്രായമുള്ള ഒരു വയസ്സൻ മകളുടെ പ്രായം പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിയോട് ആവശ്യപ്പെടാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ ആശിച്ചത്. എനിക്ക് സ്നേഹിക്കാൻ ഒരാള് വേണമായിരുന്നു. എനിക്ക് നിന്നോട് സ്നേഹം തോന്നി. അതൊരു മകളോടുള്ള സ്നേഹമായിരുന്നില്ല. തെറ്റായിരിക്കാം. നീ മറന്നേക്ക്.
എന്തുവാടി ജാനമ്മോ? എന്താ എന്നാലും നമ്മുടെ ആ ശിവരാമൻ ചെറുക്കനെ ആ തങ്കമ്മ കൊച്ചിനെ ഇട്ടേച്ച് പൊയ്ക്കളഞ്ഞല്ലോടി. എന്ത് കഷ്ടമാ ശിവരാമൻ ചേട്ടൻ ചെയ്തത്. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരായിരുന്നു. അതല്ലയോ ഞാനും പറയുന്നു. അവൾക്ക് നാട്ടിൽ കൊള്ളാവുന്ന എത്രയോ ആലോചനകൾ വന്നതാ. അപ്പൊ ഈ വണ്ടിക്കാരനും വള്ളക്കാരനും മതിയെന്ന്. അങ്ങനെ അവന് തോന്നുമ്പോ അവൻ കപ്പലിൽ പോവും. നീ മുതലാളി എന്നെ വിവാഹം കഴിച്ചോളൂ. എനിക്ക് സമ്മതമാണ്. നിനക്ക് ഇപ്പോഴിങ്ങനെ തോന്നാൻ കാരണം? എനിക്ക് സ്നേഹിക്കാൻ ഒരാളിനെ അല്ല ഞാൻ ആശിക്കുന്നത്, എന്നെ സ്നേഹിക്കാൻ ഒരാളിനെയാണ്. എന്നെ സ്നേഹിക്കുന്ന ആളിന് അപ്പൂപ്പന്റെ പ്രായമായാലും വേണ്ടില്ല. എനിക്ക് വളരെയേറെ പ്രായമുണ്ട്. വേണ്ട, ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. എന്റെ കല്യാണം നിശ്ചയിച്ചിരുന്നു അറിയാമല്ലോ. എനിക്ക് നേരത്തെ ആ മനുഷ്യനുമായി സ്നേഹബന്ധം ഉണ്ടായിരുന്നു. മാത്രമല്ല, ആ മനുഷ്യനുമായി എല്ലാ ബന്ധവും. വേണ്ട, അതൊന്നും പറയണ്ട. നിനക്കിപ്പോ എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. എനിക്കിഷ്ടമാണ്. ശരി ശരി. ആ, കൊച്ചമ്മ വന്ന് കാണാൻ വന്നതാ. ദാമോദര മുതലാളിയുടെ ഭാര്യയായി കഴിഞ്ഞ കക്കവാരിയും തൊണ്ടു തല്ലുകയും ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് കാണാനൊക്കുകയല്ലോ. സ്നേഹിച്ച പുരുഷനെ ഒരു ദിവസം കൊണ്ട് തള്ളിപ്പറയുന്ന നീ പെണ്ണുങ്ങളുടെ വർഗത്തിനൂടെ ഒരു ആക്ഷേപം ഉണ്ടാക്കുന്നവളാണടി. 70 വയസ്സുള്ള ഒരു കിഴവന്റെ ഭാര്യയാകാൻ സമ്മതിച്ചിരിക്കുന്നു. പണവും പ്രതാപവും മോഹിച്ച്. അത് മാത്രം നീ പറയരുത്. പണം മോഹിച്ചല്ല ദാമോദര മുതലാളിയെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിച്ചത്. പിന്നെ പ്രേമം കൊണ്ടായിരിക്കും. മുതലാളി ഹൃദയമുള്ളവനാണ്. നിന്റെ ശിവരാമൻ ചേട്ടൻ മനുഷ്യത്വമില്ലാത്തവന് സ്നേഹമില്ലാത്ത. കഷ്ടം എന്തുവാടാ? എന്നാലും ദാമോദരൻ മുതലാളി ഇത് ചെയ്യേണ്ടിയിരുന്നു. എന്താ ഇപ്പൊ കുഴപ്പം? ഒലയ്ക്ക
അവളും ഇടുക്കിയാണെന്ന് 2-3 കൊല്ലത്തിനകം വയസ്സിൽ അങ്ങ് ചാവും. അവൾക്ക് പിന്നെ ഇത്രയും സ്വത്തും വെച്ച് നല്ല ചെറുപ്പക്കാരെ വലിയൊരു കല്യാണം കഴിച്ച് സൂചിക്കരുത്. അതിനപ്പോ നമുക്ക് എന്ത് വേണം?